ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് പണമുണ്ടാക്കാമെന്നാണ്. കാരണം പല ആളുകളും പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെ പണമുണ്ടാക്കാനാണ്. നാട്ടിൽ തൊഴിലില്ല, കുടുംബപരമായിട്ട് സ്വത്തില്ല, പിന്നെ നമ്മൾ എങ്ങനെ പണക്കാരനാവും? അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. നിങ്ങൾ പറയുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നു. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം വേണ്ടേ? അത് ആളുകൾ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്, അതിന് പണം ആവശ്യമാണ്. നമ്മൾ ആ പണം എവിടെ നിന്ന് കണ്ടെത്തും? പണം കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ ആ സേവിങ്സിൽ നിന്ന് എടുക്കാം. ഇനി സേവിങ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് അതിനാവശ്യത്തിനുള്ള പണം കണ്ടെത്താം. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ നാട്ടിൽ എവിടെയാണ് ഇനി ജോലി എന്ന്? നമ്മുടെ നാട്ടിൽ ധാരാളം ജോലികളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? അവർക്കൊക്കെ ചെയ്യാൻ ജോലി ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ആ ജോലി ചെയ്യാൻ നമുക്കാണ് ബുദ്ധിമുട്ട്. അവരൊരു മാസം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസം അവർ ജോലി ചെയ്താൽ അവർക്ക് 650 മുതൽ 700 രൂപ വരെ കിട്ടും. ഒപ്പം അവർക്ക് താമസമുണ്ട്, ഭക്ഷണവുമുണ്ട്, അവർക്ക് മറ്റ് ചിലവുകളില്ല. അവരൊരു മാസം സമ്പാദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ അവരുടെ ബാങ്കിൽ അവർ നിക്ഷേപിക്കുന്നുണ്ട്. ഒരാൾ അവർ വരുന്നത് ചിലപ്പോൾ ഒരു കുടുംബമായിട്ടായിരിക്കും. അപ്പം അവർ ഒരു കുടുംബത്തിൽ 2 പേരുണ്ടെങ്കിൽ ആ 2 പേർക്ക് കൂടെ 40,000 രൂപ ഒരു മാസം സേവിങ്സായി. നമ്മൾ മലയാളികൾ പണിയില്ല എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. നമുക്ക് ജോലിയില്ല, തൊഴിലില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് നമ്മുടെ രാജ്യം ഉപേക്ഷിച്ച് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറും. നല്ല ജോലികൾ കിട്ടി കുടിയേറുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. നല്ല കാര്യം തന്നെ, നല്ല നല്ല ജോലികൾ, നല്ല നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. എന്നാൽ മറിച്ച് ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശമ്പളം അതിൻ്റെ അടുത്ത് കിട്ടുകയുള്ളൂ. അതിന് പോലും അവിടെ കിടന്ന് 10-12 മണിക്കൂർ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു. അപ്പോൾ അതിന് വിലയുണ്ട്. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പം വിലയില്ല. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പമാണത്. നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ഏത് തൊഴിൽ ചെയ്താലും മാന്യമായ ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നല്ല ശമ്പളം കിട്ടുന്ന നല്ല തൊഴിലുകൾ, ദിവസവേതന കൂലി പോലും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള മടിയൊന്ന്. 2, സമൂഹം അതിനെ കാണുന്ന കാഴ്ചപ്പാട്. ഈ 2 കാര്യങ്ങൾ മാറ്റി വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരമായി. തൊഴിലില്ലായ്മയല്ല, തൊഴിൽ ചെയ്യാനുള്ള മടിക്കൊരു പരിഹാരമായി. നമുക്കൊക്കെ ദൈനംദിന ചിലവുകളെങ്കിലും നടക്കാനുള്ള വരുമാനം നമുക്കതിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് നല്ല സേവിങ്സും ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കിനി ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സംരംഭങ്ങൾ, പദ്ധതികളൊക്കെ നിലവിലുണ്ട് ഇപ്പം. അതൊക്കെ ഇപ്പോൾ കിട്ടാനായിട്ട് ഒരുപാട് ഈസിയാണ്. പണ്ടത്തെ കാലം പോലൊന്നുമല്ല. ഇപ്പോൾ കുറേയേറെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെട്ടിട്ടുണ്ട്. കറപ്ഷൻസൊക്കെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സബ്സിഡികൾ, ഗവൺമെൻറ് സ്കീമുകൾ വഴിയുള്ള തുക, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള തുകകൾ, ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടും. അതുപോലെ തന്നെ ബാങ്ക് വഴി ലോണുകൾ കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ലോണുകൾ കിട്ടും. അത് സബ്സിഡി ഉള്ള പദ്ധതികളുണ്ട്, സബ്സിഡി ഇല്ലാത്തവയുണ്ട്. അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. നല്ല നല്ല സ്കീമുകളുണ്ട്. അതുപോലെ ട്രെയിനിങ് സെൻറ്ററുകളുണ്ട് നമുക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. സ്റ്റാർട്ടപ്പ് സ്കീമുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ജില്ലാ തലത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലായിക്കോട്ടെ, എല്ലാ ലെവലിലും ഒരു ഗവൺമെൻറ് ബോഡിയുണ്ട് നമുക്ക് ബിസിനസ് സംരംഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവയുടെയൊക്കെ ഉപയോഗം നമ്മൾ മാക്സിമം അവയൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് കൂലിപ്പണി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് വയ്ക്കുക, ഇനി അത് നിങ്ങൾ ചെയ്യേണ്ട. മിക്ക ആളുകളും ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ഇൻ്റർനെറ്റിലൊക്കെ കയറി
സമയം കളയുന്ന ആളുകളായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആ ഇൻ്റർനെറ്റിലൊന്ന് തപ്പിയാൽ മതി. നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കും, കുറച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായാൽ മതി. ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിലൊക്കെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി എടുക്കുക, അത് ഓൺലൈനിൽ സെയിൽ ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അഗാധമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഡ്രോയിങ് ക്ലാസ്സുകൾ എടുക്കാം, ഡാൻസ് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഡാൻസിൻ്റെ ക്ലാസ് എടുക്കാം, പാട്ടാണെങ്കിൽ സംഗീതം പഠിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് നല്ല അറിവാണെങ്കിൽ മാത്സിൻ്റെ ട്യൂഷൻ എടുക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം. അതുവഴി നിങ്ങൾക്ക് ചെറിയ ഫീസ്, നിങ്ങൾക്ക് ഫീസ് വാങ്ങിക്കാം, അതുവഴി വരുമാനം വാങ്ങിക്കാം. ഇനി നിങ്ങൾക്ക് എഴുത്തുകാരനാണ്, നിങ്ങൾ നന്നായി എഴുതുന്നയാളാണ്, അല്ലെങ്കിൽ ഒരു കഥാകൃത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ടുകൾ പാടാൻ കഴിയും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടുക. അതൊക്കെ നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജ് വഴി നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതുവഴി നിങ്ങൾക്ക് വരുമാനം നേടാം. ബുക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് സ്റ്റോറുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങളുടെ ബുക്കുകളൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് വരുമാനം നേടാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറുന്നില്ല എന്നുള്ളതാണ് എല്ലായിടത്തെയും പരിതാപകരമായ ഒരവസ്ഥ. കൃഷിയിലേക്ക് ആളുകൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് അവൻ കുറേ പഠിച്ചു വന്നിട്ട് ഇതേ കൃഷി ചെയ്ത് നടക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ശാപം എന്ന് പറയുന്നത്. എല്ലാ തൊഴിലിനും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. ഒരു തൊഴിലും മറ്റൊരു തൊഴിലിനും മേലെയല്ല. ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല. അത് കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ള ഒരുത്തൻ വന്ന് കൃഷി ചെയ്യണം. അപ്പം എഞ്ചിനീയറിങ് പഠിച്ച ആൾക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. കൃഷിയോട് താല്പര്യമുള്ള ആർക്കും കൃഷി ചെയ്യാം. അതുപോലെ ബിൽഡിങ് കെട്ടാനായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ബിൽഡിങ് കെട്ടുകയും ചെയ്യാം. ശരിയല്ലേ? എന്നാൽ ചില മേഖലകളുണ്ട് അതിൽ നല്ല അറിവുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ജോലി, ഒരു സർജൻ്റെ ജോലി, ഒരു പരിചയമില്ലാത്തൊരുത്തം പോയിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ജോലി അവസരങ്ങളുണ്ട്, അത് കണ്ടെത്തുക, അത് ചെയ്യുക. അതുവഴി നമുക്ക് നല്ല വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞതുപോലെ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ടുള്ള ആളുകളല്ലേ, അതിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. യൂട്യൂബിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് പരിചയമുള്ള വിഷയങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അതും വെച്ചിട്ടുള്ളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് വരുമാനം കിട്ടും. ടിക്ടോക്ക്, അതിലൊക്കെ നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ സെയിൽ ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് വരുമാനം ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, അതിലുപരി ഒരുപാട് ബിസിനസ് അവസരങ്ങളുണ്ട്. അപ്പം നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ശ്രമിച്ചാലും നടക്കണമെന്നില്ല. അപ്പം നിങ്ങൾ പറയും സമയത്തിൻ്റെ കുറ്റമാണോ? സമയത്തിൻ്റെ കുറ്റമല്ല, അത് ചില സാഹചര്യങ്ങൾ, നമ്മുടെ ചില സിസ്റ്റങ്ങളുണ്ട്, ചില ആളുകളുണ്ടാകാം. അവരെ പലപ്പോഴും എല്ലാ മേഖലയിലുമുണ്ട് അങ്ങനത്തെ കുറച്ച് ആളുകൾ. ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല, എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യും. അത് പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് ആവശ്യത്തിന് ലോണ് കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പം ബാങ്കുകളിലാണെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെ ചില ആളുകളുണ്ട്, അവർ നമ്മളെ കുറച്ച് വട്ടം കറക്കും. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും നമുക്ക് കുഴപ്പമില്ല. പിന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിവതും അവരെ പിണക്കാതെ അങ്ങ് നിൽക്കുക. നമ്മുടെ നാട്ടിലെ പ്രത്യേക അവസ്ഥ അറിയാം. ബിസിനസ് സംരംഭങ്ങളൊക്കെ വളരാൻ പറ്റിയ മണ്ണാണ് നമ്മുടെ നാട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചില ആളുകൾ ഇന്നും ആ പഴയ കാലത്ത് നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവിടെ കൊണ്ടേ കൊടി കുത്തുന്ന ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അത് അന്യം നിന്ന് പോയിട്ടില്ല.
അവരും മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ നാട്ടിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംരംഭങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വികസനം വരികയുള്ളൂ. കൃഷിയൊന്നും ആരും ചെയ്യുന്നില്ല. ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്ന വളരെയധികം കുറഞ്ഞു. നമ്മൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ വേണം. അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം എല്ലാം നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന മാർഗം നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ട്. നമുക്കത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്കതിന് സപ്പോർട്ട് തരേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും ഈ സൊസൈറ്റിയുടെയുമാണ്. അപ്പം നമുക്ക് വരുമാനം കിട്ടും. നമുക്ക് ആ ഏത് രീതിയിലാണോ പണം സമ്പാദിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുക. ഇപ്പോൾ ഇതേ വൈകിട്ടാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡെലിവറി, ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ഡെലിവറി ചെയ്തുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാം. നമ്മുടെ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്വിഗ്ഗി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഫ്രീ ടൈമിൽ അവർ ഇത് ചെയ്യും. അതുവഴി അവർക്ക് നല്ലൊരു വരുമാനം, ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ വരുമാനം നമുക്കൊരു സേവിങ്സാക്കി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ബിസിനസ്സിനുള്ള ഫണ്ടാകുമ്പോഴത്തേന് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബിസിനസ്സിനുള്ള ലോണുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഏതാണ്ട് 25,000 രൂപ 50,000 രൂപ മറ്റോ നമുക്ക് ചെറിയ സബ്സിഡിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അന്വേഷിക്കുക. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകുക. അപ്പം നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ അധ്വാനിക്കാതിരുന്ന് പണക്കാരനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ലോട്ടറി അടിക്കണം. ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണം. ലോട്ടറി എടുക്കണമെങ്കിൽ അവിടെ വരുമാനം വേണം. ലോട്ടറി എടുക്കാനുള്ള കാശിലും വേണം. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുക. പിന്നെ നിയമാനുസൃതമല്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണമൊക്കെ ഉണ്ടാവും. ആളുകൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നിയമപരമായി നമ്മൾ അധ്വാനിച്ചെടുക്കുന്ന പണം, അതാണ് നമുക്ക് വേണ്ടത്. സത്യസന്ധമായിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങളെയൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പണത്തിന് സുരക്ഷ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.